പറഞ്ഞ അത്രയും കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് സെക്കൻഡുകൾ നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സും ലൈക്സും ഒക്കെ എളുപ്പത്തിൽ കൂട്ടാൻ പറ്റിയ ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ ഫോളോവേഴ്സും ലൈക്സും മാത്രമല്ല നമുക്ക് കൂട്ടാൻ പറ്റുന്നത്, കമൻറ്റ് കൂട്ടാൻ പറ്റും, സ്റ്റോറി വ്യൂ കൂട്ടാൻ പറ്റും, പിന്നെ നമ്മുടെ വീഡിയോയുടെ വ്യൂസൊക്കെ കൂട്ടാൻ പറ്റും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ വെബ്സൈറ്റിൽ. അപ്പോൾ ആ വെബ്സൈറ്റ് ഏതാണെന്നും അതെങ്ങനെ ഉപയോഗിക്കുന്നതിനൊക്കെ കുറിച്ച് ഈ വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങളൊന്ന് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് കുറേ പറഞ്ഞ് നീട്ടാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. താഴെ നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മാറ്റിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അപ്പോൾ മേളിലൊരു ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടണുണ്ട്. അപ്പോൾ ആ ലോഗിൻ എന്ന് പറയുന്ന ബട്ടണ് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ആ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഇവിടെ ഒന്ന് അടിക്കുക. അപ്പോൾ ഫേക്ക് അക്കൗണ്ട് അടിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ പ്രൊഫൈൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് എൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ. അപ്പോൾ അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഇത് വർക്കാകത്തുള്ളൂ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു പാസ്വേഡ് ഒന്ന് അടിക്കുക. പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷനാണ് രണ്ടാമതുള്ളത്. അപ്പോൾ അവിടെ നിങ്ങളൊന്ന് പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് അടിച്ച് കഴിഞ്ഞ് ലോഗിൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിന് അത്ര ലാഗൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ലോഗിനായി കിട്ടുന്നതായിരിക്കും. നെറ്റിന് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവർ എഴുതി കാണിക്കും. അപ്പോൾ എന്ത് എറർ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും കൂടെ ആ പാസ്വേഡിൻ്റെ ലാസ്റ്റ് പാസ്വേഡ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടെ ആ പാസ്വേഡ് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്യുക. നല്ല ശരിയായിട്ടാണ് ടൈപ്പ് ചെയ്തത് നോക്കി ടൈപ്പ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ ആദ്യമേ ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാസ്വേഡ് എന്താണ്ടോ മാറിപ്പോയി, അതുകൊണ്ടാണ് കിട്ടാഞ്ഞ്. അപ്പോൾ ആ ലോഗിനായി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും 99 ലൈക്സ്. അതെന്താണെന്ന് മനസ്സിലായില്ല ഇതുവരെ. 99 ലൈക്സ്, ഓക്കെ 99, പിന്നെ 30 ഫോളോവേഴ്സും, 500 കമൻറ്റ് ലൈക്ക്, പിന്നെ സ്റ്റോറി വ്യൂ 500, പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോ വ്യൂ 1000 എന്ന് വെച്ചാൽ 1000 എന്നാണ് കാണിക്കുന്നത്. പിന്നെ സേവ് കളക്ഷൻ, ഇപ്പോൾ നമ്മുടെ പോസ്റ്റൊക്കെ സേവ് കളക്ഷൻ നോക്കുമ്പം അതും. അപ്പോൾ ഈ സേവ് കളക്ഷൻ ചെയ്യേണ്ടതൊന്നും ഗുണമില്ല, വേറെ ആർക്കും കാണാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതേപോലത്തെ ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ നിങ്ങൾക്ക് ഫോളോവേഴ്സ് വേണമെങ്കിൽ ആ ഫോളോവേഴ്സിൻ്റെ വിധത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ലോഡായി വരുമ്പോൾ നിങ്ങൾക്ക് താഴെ യൂസർ നെയിം അടിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. വേറെ ലാംഗ്വേജിലായിരിക്കും, അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ യൂസർ നെയിം ഒന്ന് അടിക്കുക, എന്നിട്ട് ഫൈൻഡ് യൂസർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഇവത്തെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു സെക്കൻഡൊക്കെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ലോഡായി വരുമ്പോൾ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് അവിടെ വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് അവിടെ വേണ്ടതെന്നും അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാധാരണ 10 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ മേളിൽ നമുക്ക് 30 എന്നല്ലേ കാണിച്ചത്. അപ്പോൾ നമുക്കൊന്ന് 30 ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് നോക്കാം. അടിയിലത്തെ ഗ്രീന് പറ്റി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതൊന്ന് ലോഡാകണം, കുറച്ച് താമസമുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ എടുത്തെന്നിരിക്കും ഇതൊന്ന് ഫുള്ളോടെ കയറാൻ വേണ്ടി. ഇത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അക്കൗണ്ടിൽ പോകാം, റിയൽ അക്കൗണ്ടിൽ. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു 3910 അങ്ങനെ എന്താണ് ഫോളോവേഴ്സ്. അപ്പോൾ ഇപ്പോൾ എന്താ കുറച്ച് കയറിയിട്ടുണ്ട്, എന്താണ്ടോ 6 എന്താണ്ടോ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫുൾ കഴിഞ്ഞ് ഒരു 8 എന്താണ്ടോ കയറിയിട്ടുള്ളൂ. 8 കയറിയല്ലോ എന്ന് ആശ്വസിക്കാം. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ബാക്കി അപ്പോൾ 22 ക്ലിയർ ചെയ്തിട്ട് 22 ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ആക്ടിവിറ്റി എടുത്തു. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഫുൾ ഫോളോവേഴ്സും വന്നിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ അത്രയും കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് സെക്കൻഡുകൾ നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. 57 സെക്കൻഡ്, അത്രയൊക്കെ, 1 മിനിറ്റ് അങ്ങനെയുള്ള ഒരു താമസമൊക്കെ ഉള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ലൈക്ക് എങ്ങനെ കൂട്ടേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ലൈക്സിൻ്റെ അകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആദ്യമത്തെ. എന്നിട്ട് ഞാനതൊന്ന് കാണിച്ചു തരാമെന്നായിരിക്കും. അപ്പോൾ അകത്തെ ക്ലിക്ക് ചെയ്ത് ലോഡായി വരുമ്പോൾ താഴെ ഇങ്ങനെ ഒരു
ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് ഏത് പോസ്റ്റിനാണോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ പോസ്റ്റാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാകട്ടെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തു. അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്ന 3 ഡോട്ട് നിൽക്കിയിട്ട് വരും. ഇപ്പോൾ അതിൻ്റെ ഇൻസൈഡ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പോസ്റ്റിന് ഏകദേശം ഒരു 693 ലൈക്സോളം ഉണ്ട്. അപ്പോൾ നമുക്കത് കൂട്ടിക്കഴിഞ്ഞിട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. അതറിയാതെ ആ പേസ്റ്റിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഫൈൻഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഇവത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അത് ലോഡായി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ലോഡായി വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അടിയിൽ നമുക്ക് 99 ലൈക്സ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചുമ്മാ ഒരു 100 അടിച്ച് നോക്കാം എത്ര ലൈക്സ് കയറുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്താകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു 16 ലൈക്സ് എന്നാണ് കയറിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് കിടപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ച് മേളത്തെ ഇത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് അത് പിന്നെ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ യൂസേഴ്സ് കുറവായതുകൊണ്ടാണ് ഇത് കിട്ടാത്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ പേര് വരും. അപ്പോൾ അങ്ങനെ കുറേ കിട്ടും. പിന്നെ ഇതേപോലത്തെ കാര്യങ്ങൾ ഓരോ ഇതെന്ന് വെച്ചാൽ അടുത്ത കമൻറ്റ് ഇടാനാണെങ്കിലും നിങ്ങളിങ്ങനെ ലിങ്കൊക്കെ ഷെയർ ചെയ്താൽ മതി. പിന്നെ ഇതേപോലത്തെ കാര്യം എന്ന് വെച്ചാൽ ചില ഇതൊന്നും ഇപ്പം നിങ്ങൾ വീഡിയോ ഇട്ട ഉടനെ തന്നെ ചെയ്യാൻ നോക്കുക. അല്ലെ കുറേ നാൾ കഴിഞ്ഞ് ഈ വെബ്സൈറ്റിലൊന്നും വർക്ക് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇട്ട ഉടനെ തന്നെ നിങ്ങൾ കയറി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഗൗട്ട് ചെയ്ത് പിന്നെയും വേറൊരു ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് കുറേ ഫോളോവേഴ്സ് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പാസ്വേഡ് മാറ്റുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് വേറെ ആരെങ്കിലും ഉപയോഗിക്കാൻ സാധ്യത കൂടുതലാണ്. എൻ്റെ അങ്ങനെ പലവട്ടം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പാസ്വേഡൊക്കെ മാറ്റി റിക്കവർ ചെയ്തെടുക്കുന്നതാണ് കൂടുതലും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഫോളോവേഴ്സും ലൈക്സും കൂടുതൽ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനിയും ഇതേപോലത്തെ വീഡിയോസായി ഞാനും എൻ്റെ ചാനലും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.